ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ ലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ കാര്യമായിട്ട് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റിയില്ല. പെട്ടെന്നൊരു സ്ഥലം വരെ പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പെട്ടെന്ന് നമുക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റുക ആലോചിക്കും അല്ലേ, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അതുപോലെ ഇന്ന് ഞാൻ ചോറ് റെഡിയാക്കി വെച്ചിട്ടൊന്ന് പുറത്തോട്ട് പോയതാണ്. കറിയൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ഇതുപോലെ നല്ലൊരു പെരക്കുണ്ടാക്കി. അതുപോലെ തന്നെ മുട്ട ബുർജിയും പിന്നെ പപ്പടവും കൊണ്ടാട്ടം മുളകൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ കറി. അപ്പോൾ ഈ ഒരു പെരക്കുണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കക്കിരിക്കും ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ്. അതിൽ തേങ്ങയും കടുകൊക്കെ അരച്ച് ചേർത്ത് തൈരൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു കറിക്ക് നല്ല കട്ടിയിൽ ഓപ്പോസിഷൻ നിൽക്കാൻ വേണ്ടി നല്ല എരിവും ഒക്കെയുള്ള നല്ലൊരു കറി വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട ബുർജി എന്നിട്ട് ഉണ്ടാക്കിയത്. തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിൽ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ബുർജി ഉണ്ടാക്കിയത്. പിന്നെ ഒരു 2-3 പപ്പടം ഇരിപ്പുണ്ടായിരുന്നേ. അത് ഇതുപോലെ മുറിച്ചിട്ട് ഞാൻ വാട്ടിയെടുത്തേ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല കൊണ്ടാട്ടം മുളക്. ഇത് അമ്മ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായതെന്നാണ്. അപ്പം അതൊന്ന് 2 എടുത്തിട്ട് വറുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള അച്ചാറും ഉണ്ട് കേട്ടോ. അച്ചാർ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാണ്. അച്ചാർ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു 4 കറികളാണ്. 4 കറിയല്ല, മൊത്തത്തിൽ വരുമ്പോൾ 5 ആയി അല്ലേ. അപ്പോൾ ഈ ഒരു 5 കറിയാണ് കേട്ടോ ഇന്നുണ്ടായത്. നമ്മൾ പെട്ടെന്നാണെങ്കിലും നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ?